ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിൽ യമുനാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു. ജമ്മുവിൽ കനത്ത മഴയിലും പ്രളയത്തിലും 13 പേർ മരിച്ചു. ഉത്തരാഖണ്ഡിൽ മലയോര മേഖലയിലെ യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണല്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ, രാജസ്ഥാനിലും കനത്ത മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ജമ്മു സെക്ടറിൽ കഴിഞ്ഞ 24 മണിക്കൂറിലധികമായി ഇടവിട്ട അതിശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും വലിയ അപകടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ധോഡയിൽ പ്രളയവും മണ്ണിടിച്ചിലും കാരണം 5-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. കട്ര വൈഷ്ണോദേവി തീർത്ഥാടന പാതയിൽ മണ്ണിടിഞ്ഞു വീണും പ്രളയത്തിലും 6-ലധികം മരണം റിപ്പോർട്ട് ചെയ്തു. ജമ്മു സെക്ടറിൽ മാത്രം ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പ്രളയത്തിലും മണ്ണിടിച്ചിലും ഉൾപ്പെടെ പ്രകൃതി ദുരന്തത്തിൽ 13 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും ജമ്മു കാശ്മീർ പോലീസും CISFും CRPFും എല്ലാം സംയുക്തമായാണ് ജമ്മു സെക്ടറിൽ ഈ രക്ഷാദൗത്യവും ഒപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. ഈ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഈ ദുരന്തത്തിന്, പ്രകൃതി ദുരന്തത്തിന് ഇരകളായവർക്ക് കൃത്യമായിട്ടുള്ള പുനരധിവാസ പദ്ധതി ഉണ്ടാകും എന്നുള്ളതും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. കൂടാതെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. ജമ്മു കട്ര വൈഷ്ണോദേവി തീർത്ഥാടന പാതയിൽ തീർത്ഥാടനം നിലവിൽ താൽക്കാലികമായി നിയന്ത്രിച്ചിട്ടുണ്ട്. അവിടേക്ക് തീർത്ഥാടകരോട് എത്തരുത് എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ജമ്മു, ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മലയോര മേഖലയിലേക്ക്, ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കനത്ത മഴ തുടരുന്നതിനാൽ ഏത് നിമിഷവും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. റോഡുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട്. അതുകൊണ്ട് വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജമ്മുവിലും ഒപ്പം ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും മലയോര മേഖലയിൽ, ഉയർന്ന മേഖലകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും നിയന്ത്രിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ഒപ്പം അധികൃതരുടെയും മുന്നറിയിപ്പുകൾ പരിശോധിച്ച് മാത്രമേ യാത്രകൾ ക്രമീകരിക്കാവൂ എന്ന കാര്യം അത് തീർത്ഥാടകരോടും വിനോദസഞ്ചാരികളോടുമെല്ലാം തന്നെ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു മാസത്തെ അപകടങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വലിയ മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനവും നിരവധി ജീവനുകളാണ് എടുത്തിട്ടുള്ളത്. ജമ്മുവിൽ കിഷ്ത്വാറിൽ മാത്രം 60-ലധികം മരണം സംഭവിച്ചു. ഒപ്പം കത്വയിൽ 10-ലധികം മരണമാണ് മിന്നൽ പ്രളയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ ഉത്തരാകാശിയിൽ വൻ അപകടമുണ്ടായി. അതുകൊണ്ട് കനത്ത മഴ തുടരുന്നതിനാലും അടുത്ത മണിക്കൂറുകളിലും മഴ ശക്തിയോടെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡൽഹിയിലും ഇടവിട്ട കനത്ത മഴ തുടരുകയാണ്. യമുനാ നദിയിൽ അപകട നിലയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. യമുനാ നദിക്ക് സമീപമുള്ളവരോട് അല്ലെങ്കിൽ കരയിൽ താമസിക്കുന്നവരോടെല്ലാം മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു. അവിടെ താമസിക്കുന്നവർക്ക്, കുടിൽ കെട്ടി താമസിക്കുന്നവർക്ക് ഇപ്പോൾ താൽക്കാലിക ഷെൽട്ടറുകൾ ഡൽഹി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ഡൽഹി, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് മേഖലകളിൽ കനത്ത മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. നിഖിൽ.